ഹലോ, വീഡിയോയിൽ കാണപ്പെടുന്ന ഈ ചെടിയുടെ പേര് ഹണിസക്കിൾ, തേൻപൂവ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേര്. പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ ഈ ചെടിയുടെ പൂക്കളും ഇലകളും പരമ്പരാഗതമായി ഉപയോഗിക്കാറുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ബാക്ടീരിയൽ, ശരീരത്തിലെ വീക്കങ്ങളും അണുബാധകളും കുറയ്ക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിലുണ്ട്. തൊണ്ടവേദന, ജലദോഷം, പനി എന്നിവയ്ക്കുള്ള പ്രതിവിധിയായി ഇതിൻ്റെ പൂക്കൾ ഉപയോഗിച്ച് ചായ ഉണ്ടാക്കാറുണ്ട്. ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, ചെറിയ പൊള്ളലുകൾ എന്നിവ ശമിപ്പിക്കാൻ ഇതിൻ്റെ നീര് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പൂക്കൾക്ക് വളരെ മധുരമുള്ളതും ആകർഷകവുമായ സുഗന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രമുഖ ബ്രാൻഡുകളുടെ പെർഫ്യൂമുകളിലും ബോഡി സ്പ്രേകളിലും ഇതിൻ്റെ എസൻസ് വൻതോതിൽ ഉപയോഗിക്കുന്നു. ചർമ്മത്തിന് തിളക്കം നൽകാനും പലവിധ പ്രശ്നങ്ങൾ മാറ്റാനും ഹണിസർക്കിൾ മികച്ചതാണ്. ഹണിസർക്കിൾ പൂക്കൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആറിയ ശേഷം അരിച്ചെടുത്ത് മുഖത്ത് സ്പ്രേ ചെയ്യുന്നത് ചർമ്മത്തിന് നല്ല ഉന്മേഷം നൽകും. വീക്കവും ചുവപ്പും മാറ്റാൻ ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ മുഖക്കുരു മൂലമുണ്ടാകുന്ന ചുവപ്പും മറ്റും മാറ്റുവാൻ സഹായിക്കുന്നു. മുഖത്തെ ചുളിവുകൾ മാറ്റി ചർമ്മത്തിന് യൗവനം നിലനിർത്താൻ ഇത് സഹായിക്കും. ഹണിസർക്കിൾ പൂക്കൾ ചർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കുന്നതിന് മുൻപ് കൈകളിൽ അല്പം പുരട്ടി പാച്ച് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. അലർജി ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം മുഖത്ത് ഉപയോഗിക്കുക. കൂടാതെ ഇതിൻ്റെ കായ്കൾ ഒരു കാരണവശാലും കഴിക്കരുത്, അവ വിഷാംശമുള്ളവയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ്, ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.